മുബഷീർ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ബെയിലി പാലം വരെ എത്തി, പാലത്തിലൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയും അവിടം വരെ എത്തി പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതി കണ്ട ശേഷം, അത് വിലയിരുത്തിയ ശേഷം ഇവിടെ നിന്നും ഈ ക്യാമ്പുകളിലേക്ക് മടങ്ങുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അവിടെ കാണാനാകുന്നത് മുബഷീർ? നിലവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം മുഖ്യമന്ത്രിയും ഈ ഒരു ബെയിലി പാലത്തിന്റെ നിർമ്മാണ പുരോഗതിക്ക് ശേഷം അദ്ദേഹം പുഴയ്ക്ക് കുറുകെ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന പാലം വഴി അപ്പുറത്താണുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ആർമി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബെയിലി പാലത്തിന്റെ സമീപത്തെത്തി അവിടെയുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ADGP അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിമാർ മുഹമ്മദ് റിയാസ്, റോസി അഗസ്റ്റിൻ, കെ ശശീന്ദ്രൻ, കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. അദ്ദേഹം അവരുമായി സംസാരിച്ചു. നിലവിൽ ഇവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി. നമുക്കറിയാം, ഈ ഒരു ദുരന്തം ബാധിച്ച പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ചൂരൽമല. ഏറ്റവും പ്രശ്നബാധിത മേഖല കൂടിയാണിത്. അവിടെ എത്തിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം പുറത്തോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ബെയിലി പാലത്തിന്റെ നിർമ്മാണ പുരോഗതി അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ആർമി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചു. നമുക്കറിയാം, ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന പാലം ഒലിച്ചു പോയതിനെ തുടർന്ന് വളരെ വലിയ പ്രതിസന്ധിയാണ് രക്ഷാദൗത്യത്തെ നേരിടുന്നത്. ആർമി ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ കഠിനാധ്വാനം കൊണ്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ബെയിലി പാലം വീഴാൻ പോകുന്നത്. ഒരു പക്ഷേ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് തുറന്നു കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പക്ഷേ രക്ഷാദൗത്യത്തിൽ വലിയ മുതൽക്കൂട്ടാക്കുമെന്നുള്ളതാണ്. അക്കാര്യങ്ങളൊക്കെ തന്നെ ആർമി ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. മറ്റ് മന്ത്രിമാരും DGP ഉൾപ്പെടെയുള്ള ആളുകളും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. പക്ഷേ ഇവിടെ നിന്നും അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നിലവിൽ ഇവിടെ മഴ ആരംഭിച്ചിട്ടുണ്ട്. കനത്ത രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ മേഖല സന്ദർശിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന പാലത്തിലൂടെ പുഴയ്ക്ക് അപ്പുറത്തെത്തിയെങ്കിലും മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ദുരന്തബാധിത പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുള്ളതിന് സാധ്യമായില്ല എന്നുള്ളതാണ്. അവിടെ എത്രത്തോളം വെല്ലുവിളിയാണ് വഴിയിലൂടെ നീളുന്നതാണ്. കാൽമുട്ടോളം ചെളി നിറഞ്ഞു നിൽക്കുന്നവർക്ക് തന്നെ അങ്ങോട്ടേക്ക് നടന്നു പോകാൻ വലിയ വെല്ലുവിളിയാകും. അത്തരം സാഹചര്യത്തിൽ കൂടിയാണ് ആ ഒരു നീക്കത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാറിയത്. മാത്രമല്ല മുബഷീർ, അവിടെ ജീവനോടെ ഒന്നും അവശേഷിക്കുന്നില്ല. അവിടെ നിന്നും തിരച്ചിലിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമായിരിക്കും. അതിലപ്പുറം ജീവനോടെ ഒന്നും അവശേഷിക്കാത്ത ദുരന്ത ഭൂമിയിലേക്ക് അവിടേക്ക് നടന്നു നീങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ജീവനോടെ ബാക്കിയുള്ളവർക്ക് പറയാൻ എന്തുണ്ട് എന്നുള്ളതാണ് മന്ത്രിമാരും നേതാക്കളും കേൾക്കേണ്ടത്. ഇപ്പോൾ ചൂരൽമലയിലാണ് മുഖ്യമന്ത്രിയും സംഘവും എത്തിയത്. മന്ത്രി റോഷി അഗസ്റ്റിനെയും ദൃശ്യത്തിൽ കാണാമായിരുന്നു. നേരത്തെ വയനാട്ടിൽ തുടരുന്ന മന്ത്രി തല സംഘവും അവിടെയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം അവിടെ നിന്ന് തിരിക്കുകയാണ്. മുബഷീർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ക്യാമ്പുകളിലേക്കാകണം മുഖ്യമന്ത്രി പുറപ്പെട്ടിരിക്കുന്നത്. ക്യാമ്പുകളിൽ വലിയ രൂപത്തിൽ ക്യാമ്പുകളിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ദുരന്തത്തിൽ രക്ഷപ്പെട്ടവർ, കുടുംബം തന്നെ നഷ്ടപ്പെട്ടവർ, ഒറ്റയ്ക്കായി പോയവർ, മകളെ നഷ്ടപ്പെട്ടവർ, അച്ഛനും അമ്മയും അടക്കം കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരുപാട് പേർ പല രൂപത്തിൽ അനാഥരായവർ അവിടെയുണ്ട്. അവർക്ക് പറയാൻ എന്തുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി കേൾക്കുമായിരിക്കും. അവിടേക്കാണ് അദ്ദേഹം പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാമ്പുകൾ ഇനി കൂടുതൽ നല്ല രൂപത്തിൽ നടത്താൻ, വീടുകൾ നഷ്ടപ്പെട്ടവരാണ്, വീടല്ല ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം, ആർക്കും കയറി വരാവുന്ന ഒരു സാഹചര്യമായി ക്യാമ്പുകൾ മാറരുത് എന്ന് മുഖ്യമന്ത്രി നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവിടേക്ക് എല്ലാവർക്കും കയറി ഇറങ്ങാവുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കുകയാണ്. അവർക്ക് അവരുടെ സ്വകാര്യത നശിപ്പിക്കാത്ത രീതിയിലായിരിക്കും അവിടെയുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു.